ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിസ്സയാണ്. നമുക്ക് പിസ്സ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കാം. അതിനായി നമുക്ക് ഒരു പാത്രത്തിൽ 1/4 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും പഴക്കമില്ലാത്ത ഈസ്റ്റ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഈസ്റ്റ് നന്നായി പൊങ്ങി വരത്തുള്ളൂ. നന്നായി മിക്സ് ആയതിനു ശേഷം ഇത് നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. മൈദ എടുക്കണമെന്നുള്ളവർക്ക് മൈദയും എടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇത് കൈവച്ച് നമുക്ക് നല്ലതുപോലെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അത്രയും കട്ടിയായിട്ട് വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിന്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ഓയിൽ കൂടി തടവി കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പം മാവ് നന്നായി പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റി കുറച്ച് പൊടി കൂടി ചേർത്ത് നമ്മൾ കയ്യിൽ ഒട്ടാത്ത ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ഒരു 15 മിനിറ്റെങ്കിലും കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം, സവാള, സോസേജിന് പകരം ചിക്കനും എടുക്കാം. പിന്നെ പിസ്സ സോസ്, ഒറിഗാനോ, പിന്നെ മൊസറല്ല ചീസും. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് വെച്ച് നമുക്ക് കൈവച്ച് തന്നെ നന്നായി പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടത്തൊന്നുമില്ല, കൈവച്ച് തന്നെ നന്നായിട്ട് പരത്തി എടുക്കാം. തിന്നായിട്ട് വേണമെന്നുള്ളവർക്ക് തിന്നായിട്ട് എടുക്കാം, തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ അരികുകളൊക്കെ ഇതേപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു നനഞ്ഞ ടവൽ വെച്ച് മൂടി ഒരു 15 മിനിറ്റെങ്കിലും അടച്ചു വെച്ചേക്കണം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് കൊണ്ട് നമുക്കിതിനെ ഇതേപോലെ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. മാവ് ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കത് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സൈഡ് റെഡിയാവും. എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചീസ് ഇടാം. ഇത് മൊസറല്ല ചീസാണ്. ഇനി സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജിന് പകരം ചിക്കനും ഇതേപോലെ ഉപയോഗിക്കാം. ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ എടുക്കാം. സോസേജ് എല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ 2 കളർ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചയും മഞ്ഞയും. അത് രണ്ടും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് ഒറിഗാനോ കൂടി ഇടണം. അപ്പോഴാണ് നമുക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ കുറച്ച്
ചീസ് കൂടി ഇട്ടതിന് ശേഷം ഒരു അടച്ച് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയാവും. ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊരു പിസ്സ കട്ടർ വെച്ച് ഇത് നന്നായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.